100 നന്ദി. നല്ല ഭക്ഷണമാണ്. ചമ്മന്തി ആയാലും ഞങ്ങൾക്ക് തൃപ്തിയാണ്. വിശപ്പിന് ഭക്ഷണം, ജീവന് രക്തം. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം. എന്താണ് ഹൃദയപൂർവ്വം? ഇവിടെ കിടക്കണം, മേടിക്കാൻ പൈസ ഇന്ന് കൊടുക്കണം എന്നറിഞ്ഞിട്ട് വന്ന് മേടിക്കാൻ, കഴിക്കാൻ നേരം വിളിച്ചിട്ടൊന്നും കഴിക്കാത്ത. നമ്മുടെ ഇങ്ങോട്ട് ചോദിച്ചാണ്, കാരണം നിങ്ങളുടെ എപ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്ന ആ ദിവസം അതിങ്ങോട്ട് ചോദിച്ചാണ് നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണ പൊതികൾ കറക്റ്റായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഹർഷൻ്റെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഹർഷൻ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഹർഷൻ്റെ വീട്ടിനുള്ളിൽ അടുക്കളയിൽ അതൊരു ചർച്ചയാകും. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു അപരന് വേണ്ടി. ഒരു മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് ഒരു ദിവസം കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ 3 തവണയെങ്കിലും പ്രദേശത്തെ വീടുകൾ സന്ദർശിക്കണം. ആദ്യം ഇത് പറയാൻ പോകണം, രണ്ടാമത് ഓർമ്മിപ്പിക്കാൻ പോകണം, മൂന്നാമത് വാങ്ങാൻ പോകണം. ഏറ്റവും കുറഞ്ഞതാണേ. ആർക്ക് വേണ്ടിയാണ് പോകുന്നത്? അവൻ്റെ കാര്യത്തിനല്ല. ആർക്ക് വേണ്ടി? അവൻ ആ പോകുന്ന സമയത്ത് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, അവൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടേക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. 3, ഇവൻ പോയി വാങ്ങി കൊണ്ടു കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അവന് ആൾക്കൂട്ടത്തിൽ വെച്ച് പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു അപരിചിതന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നീ നിൻ്റെ ജാതിയിൽപ്പെട്ടവരുടെ ഹോട്ടലിലേക്ക് കയറാവുമെന്ന്, നീ നിൻ്റെ മതത്തിൽപ്പെട്ടവരുടെ ഹോട്ടലിലേക്ക് കയറാവുമെന്ന്. ഇതിനെല്ലാം അപ്പുറത്ത് ന്യൂ ലിബറൽ കാലത്ത് യുവത്വം കേട്ട് വളർന്നത് നീ നിൻ്റെ കാര്യം നോക്കി വളരണമെന്നാണ്. ഈ അരാഷ്ട്രീയതയുടെ പാഠശാലയിൽ നിന്നാണ് ഞങ്ങൾ ഈ ചെറുപ്പത്തെ വിളിച്ചിറക്കി, നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അപരന് വേണ്ടി ഈ പണിയെടുക്കണം.